എല്ലാവർക്കും നമ്മുടെ ജോർജിയൻ ട്രിപ്പിൻ്റെ ഫൈനൽ പാർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം. ഇത്ര നാളത്തെ വീഡിയോസിനൊക്കെ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും താങ്ക്സ് ഉണ്ട്. ഈ ഒരു വീഡിയോയോട് കൂടിയിട്ട് നമ്മൾ പോയ എല്ലാ സ്ഥലങ്ങളുടെയും വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിയുകയാണ്. അതിൻ്റെ കൂടെ തന്നെ കുറേ പേര് എനിക്ക് മെസ്സഞ്ചറിൽ ഇപ്പോൾ ടിക്ടോക്കിലായാലും അതിലൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്, ആരാണ് നിങ്ങൾക്ക് ടൂർ ഓപ്പറേറ്റർ, ആരാണ് നിങ്ങളുടെ ഈ പാക്കേജൊക്കെ റെഡിയാക്കി തന്നേ എന്നുള്ളത്. അപ്പോൾ ഞാൻ അവരുടെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നുണ്ട്, താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്ത് നോക്കാം കേട്ടോ. 2-3 ഫാമിലീസ് ട്രാവൽ ചെയ്ത് അവർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അവർ ഹാപ്പിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ. അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ എല്ലാവർക്കും ഒന്നും കൂടി ഷെയർ ചെയ്തെന്നേക്കാം. കാരണം ഇവർ തന്ന ഒരു സർവീസ് ഭയങ്കര സംഭവമായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് ഇവിടെ ഷെയർ ചെയ്യുന്നത്. കാരണം നമ്മൾ അവിടെ ചെന്നിട്ടായാലും നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്, എങ്ങനെയുണ്ട് ഡ്രൈവർ, വണ്ടികൾ മാറ്റണോ, ചേഞ്ചസ് വല്ലതും വരുത്തണോ എന്നൊക്കെ ചോദിച്ച് 24/7 അവൈലബിൾ ആയിരുന്നു. ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവിടെ പോയിട്ട് പിന്നെ തെരഞ്ഞു പിടിച്ച് നടന്ന് കാണുക, അങ്ങനെ സമയം കളയാനൊന്നും താല്പര്യമില്ല. നമ്മൾ ടെൻഷൻ ഫ്രീ ആവാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ കയ്യിലേക്ക് വരാം. അവിടെ ചെന്ന് നമ്മളതിനനുസരിച്ച് പിന്നെ വല്ല പുതിയ സ്ഥലങ്ങളൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. അങ്ങനെയൊക്കെ ഒരു ട്രാവലാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു സർവീസിൽ. നമ്മളിപ്പോൾ എത്തിപ്പെട്ട് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് സെദിസ്കോവേലി കത്തീഡ്രൽ എന്ന് പറയുന്നത്. ഈ ഒരു ചർച്ച് പണിതേക്കുന്നത് ഏകദേശം ക്രിസ്തുവർഷം 2010-2029 കാലഘട്ടത്തിലാണ്. ഒരു ബഗ്രാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജാവാണ് ഇതിൻ്റെ നിർമ്മിതിയൊക്കെ ചെയ്തേക്കുന്നത്. ഇത് വളരെ പുരാതനമായിട്ടുള്ള ഒരു ദേവാലയമാണ് കേട്ടോ. ഈ ഒരു ജോർജിയൻ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഭയങ്കര ആത്മീയ കഥകളിലൊക്കെ ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ദേവാലയമാണ്. ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ വരുമ്പോൾ ഫുള്ള് പഴയ ഒരു രീതിയിലാണ് ഇതിൻ്റെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇവിടെ ഒരു കുരിശ് ഇതേപോലെ വെച്ചിട്ടുണ്ട്, ഒരു ക്രോസ്. അതിലെല്ലാവരും ഭയങ്കര കാര്യമായിട്ടൊക്കെ വന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടതിന് ശേഷം നമ്മൾ അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞിരുന്നത്. അതായത് യേശുവിനെ കുരിശിൽ തറച്ച കുരിശിൻ്റെ ഒരു പീസ്, ഒരു കഷ്ണം അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് എന്നാണ് അവിടെ നിന്ന് നമുക്ക് കിട്ടിയ അറിവ് കേട്ടോ. പക്ഷെ ഞാനത് കുറേ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയിരുന്നു. പക്ഷേ അങ്ങനത്തെ ഒരു സംഭവം നമുക്കതിൽ പറയുന്നേ ഇല്ല. ഈ ഒരു പീസാണ് അവിടെ അതിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ന് അവർ അവകാശപ്പെടുന്നത്. ഈ ഒരു ദേവാലയം സ്ഥിതി ചെയ്യുന്നത് മഷ്കേറ്റ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ടിബ്ലിസിൽ നിന്ന് ഏകദേശം ഒരു 20 കിലോമീറ്റർ. ഈ ദേവാലയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ആത്മീയവുമായിട്ടുള്ളതും ഇതിൻ്റെ ഉത്ഭവത്തിന് കാരണവുമായ ഒരു ഭാഗമാണ് ഈ കാണിക്കുന്നത്. കർത്താവിൻ്റെ തിരുവസ്ത്രത്തിൻ്റെ ഒരു ഭാഗം ഇതിനുള്ളിൽ അടക്കം ചെയ്തു. ദേവാലയത്തിൻ്റെ ചരിത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ സമയത്ത് മഷ്കറ്റയിലുള്ള ഒരു ജൂത വ്യാപാരി ഏലിയോസ് എന്നു പേരുള്ള ഒരാൾ, അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു യെരുശലേമിൽ. അങ്ങനെ അവിടെ നിന്ന് ഒരു റോമൻ സൈനികരിൽ നിന്ന് അദ്ദേഹം ആ ഒരു വസ്ത്രം വാങ്ങിക്കുകയും തൻ്റെ നാടായ മസ്കറ്റയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഏലിയോസ് ആ വസ്ത്രം കൊണ്ടുവന്നിട്ട് മസ്കറ്റയിൽ തൻ്റെ സഹോദരിയായ സിദോണിയയ്ക്ക് കൊടുക്കുകയാണ്. സിദോണിയ വസ്ത്രം കയ്യിലെടുത്തപ്പോൾ അതിൻ്റെ ആ ഒരു വിശുദ്ധിയുടെ ആഴം കൊണ്ട് അവളപ്പം തന്നെ മരണപ്പെടുന്നു. അതിനുശേഷം സിദോണിയയുടെ കൈകളിൽ നിന്ന് ഈ വസ്ത്രം വിടിവിച്ചെടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ആ വസ്ത്രം പിടിച്ച നിലയിൽ തന്നെ ആളെ അവിടെ അടക്കം ചെയ്യുകയാണ്. അടക്കം ചെയ്ത കല്ലറയുടെ അവിടെ ഒരു ദേവദാരു മരം വളർന്നു വരുന്നുണ്ട്. അതിനെ അവർ ദൈവത്തിൻ്റെ അടയാളം എന്നാണ് വിശ്വസിച്ചിരുന്നത്. പിന്നീട് സെൻ നിനോ എന്ന മിഷണറി ഉണ്ട്. ആളാണ് ജോർജിയയിൽ ക്രിസ്ത്യാനിത്വത്തിൻ്റെ പ്രധാന പ്രചാരകയായിട്ട് വന്നത്. ആ ദേവദാരു മരം മുറിച്ച് ആദ്യത്തെ പള്ളി അവിടെ പണിതു. ആ മരം കൊണ്ടുണ്ടാക്കിയ തൂണിൽ നിന്ന് അത്ഭുതകരമായ പ്രകാശം പുറപ്പെടുകയുണ്ടായി. അങ്ങനെ അതിനെ ജീവൻ നൽകുന്ന തൂൺ എന്നർത്ഥമുള്ള സെദിസ്കോവേലി എന്നൊരു നാമകരണം ചെയ്തു. സെദിസ്കോവേലി കത്തീഡ്രലിൻ്റെ ഉത്ഭവം അങ്ങനെയാണ്. ക്രിസ്തീയ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പരിഭാവനമായിട്ടും വളരെ അത്ഭുതം നിറഞ്ഞതുമായുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു പള്ളി എന്ന് പറയുന്നത്. ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ലൂക്ക വന്ന് പിന്നീന്ന് തോണ്ടിയിട്ട് പറഞ്ഞു, ദേ വേണോ, ഞാൻ അവിടെ നിന്ന് അടിച്ചു മാറ്റിയതായിരുന്നു പറഞ്ഞു. പണ്ട് ഹൗവയ്ക്ക് ആപ്പിൾ കൊടുത്ത പാമ്പിൻ്റെ ബന്ധുവല്ലടാ നീ എന്ന് ചോദിച്ചപ്പോൾ നിന്ന് ചിരിച്ചോണ്ടിരിക്കുന്നുണ്ട്. ചർച്ചിൻ്റെ സൈഡിൽ ഇതുപോലത്തെ കുറേ ഷോപ്പുകളും ഇങ്ങനെ ഒരു സ്ട്രീറ്റും ഉണ്ട് കേട്ടോ. ഇവിടെ കുറേ സംഭവങ്ങൾ വാങ്ങിക്കാനും കിട്ടും, സോവനീഴ്സ് ആയാലും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ. ഞാൻ നേരത്തെ എൻ്റെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഓൾഡ് ടിബ്ലിസിയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും സാധനങ്ങൾ. അതിൻ്റെ പകുതി പൈസയുള്ളൂ ഈ ഒരു സ്ഥലത്തും. പിന്നെ നമ്മൾ ഗോദാവരി എന്ന് പറയുന്ന ഒരു ഹിൽ ഏരിയ ഉണ്ട്, അങ്ങോട്ട് പോകുന്ന വഴിക്ക് അതിൻ്റെ ഇടയിൽ ഒരു സ്റ്റോപ്പ് ഓവർ ഉണ്ട്, ജിൻവാലി എന്ന് പറഞ്ഞിട്ട്. അവിടെയും ഞാൻ നോക്കിയിട്ട് ഈ ഒരു 2 സ്ഥലത്ത് മാത്രമാണ് നമുക്ക് നല്ല റീസണബിൾ റേറ്റിൽ വളരെ കുറഞ്ഞ പൈസയ്ക്ക് സംഭവങ്ങൾ കിട്ടുന്നത്. നല്ല ഭംഗിയുള്ളതും വെറൈറ്റി ആയിട്ട് നമുക്ക് നല്ല ഓർമ്മയ്ക്കായിട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരുപാട് സംഭവങ്ങൾ ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള കുറേ ടോയ്സ് കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഇതൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും, കാരണം ഇത് ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്നതിൻ്റെ പേരിൽ നോർമൽ ടോയ്സിനേക്കാളും കൂടുതൽ പൈസ ഉണ്ടാവും. കുറേ മാലകൾ, വളകൾ, അതേപോലെ നമ്മുടെ മാഗ്നറ്റ്സ് ഐറ്റംസ്, അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ഗംഭീര പ്ലേസ് കേട്ടോ. കാണാൻ നല്ല രസമുണ്ട്. മറിയാമ്മ ഓരോ ഷോപ്പിൽ നിന്നും വേറൊരു ഷോപ്പിലേക്ക് ഇങ്ങനെ ചാടി നടന്ന് എന്തൊക്കെയോ വാങ്ങിച്ചു കൂട്ടുന്നുണ്ട്. ഇത് അവർക്ക് കൊടുക്കണം, ഇത് ഇവർക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. കുറച്ചങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോഴേക്കും ഇതേപോലത്തെ ഒരു ഷോപ്പ് കണ്ട് കുറേ ഫ്രൂട്ട്സ്, വൈൻ, അങ്ങനത്തെ സംഭവങ്ങൾ, ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ആക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ തൂങ്ങിക്കിടക്കുന്ന സംഭവത്തിന്റെ പേരാണ് ചർച്ച് ഖെല എന്ന് പറയുന്നത്. കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. ഞാൻ അവരോട് ചോദിച്ചത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അവർ പറഞ്ഞത് മുന്തിരിയുടെ ജ്യൂസ് എടുത്തിട്ട് അത് ഗോതമ്പൊടി ചേർത്ത് അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിങ്ങനെ പായസം പോലെയാക്കും. എന്നിട്ട് അതിൽ ആപ്രിക്കോട്ട്, ബദാം പോലെയുള്ള സംഭവങ്ങൾ നൂലിൽ ഇങ്ങനെ കോർത്തിട്ടിട്ട് അതിൽ വെച്ച് ഉണക്കിയെടുക്കുന്നതാണ് ഈ സംഭവം.
ഇവിടെ ഫുള്ള് ഈ പറഞ്ഞ പോലെ ഫ്രൂട്ട്സിൻ്റെ സംഭവങ്ങളാണ്. കുറേ ഫിഗ് സംഭവങ്ങളൊക്കെ ഇങ്ങനെ വഴിയോരത്ത് കുറേ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അതൊന്നും ആർക്കും വേണ്ട. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്നതിൻ്റെ ഇടയിൽ ലൂക്ക പറഞ്ഞു, ഈ കാണുന്നതാണ് സ്റ്റാലിൻ ജനിച്ച വീടും പരിസരങ്ങളും. ഞാൻ ഭയങ്കര അത്ഭുതത്തോടുകൂടി ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഒന്ന് കാണണം എന്നൊക്കെയുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ അറിയാൻ എടുത്ത വഴിക്ക് ആരാണ് സ്റ്റാലിൻ എന്ന് ചോദിച്ചു. ലൂക്ക എന്നെ ഒരു നോട്ടം നോക്കി. ഞാൻ പറഞ്ഞു, കയറണ്ട, നമുക്ക് പോവാം. നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഉപ്ലിസ്തിക്കെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്. എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ പേര് പറയാൻ കിട്ടി. വീണ്ടും മനോഹരമായ ഗ്രാമപ്രദേശത്ത് കൂടെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇവരുടെ ഈ വില്ലേജ് ഏരിയ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്തോ പ്രത്യേകതകളുള്ള വീടുകൾ, അതിൻ്റെ മുമ്പിൽ കുറേ മുന്തിരി വള്ളികൾ, അതിൽ കുറച്ച് മുന്തിരി ഉണ്ടായി കിടക്കുന്നു, കുറേ ചെടികൾ, അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഭയങ്കരമായൊരു സംഭവം. എന്താണ് അതിൻ്റെ ഫീല് എന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഗ്രാമങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതേപോലത്തെ കുറേ പർവ്വതങ്ങളും മലനിരകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഈ നമ്മൾ പോകുന്ന സ്ഥലവും ഏകദേശം പാറക്കല്ലുകൾ കൊണ്ടൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഉപ്ലിസ്തിക്കെ എന്ന് പറയുന്ന സ്ഥലം. കുറച്ച് നേരം ട്രാവൽ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മളവിടെ എത്തി. ചെന്ന് നേരെ 15 ദിറംസ് ആണ്, അല്ലെങ്കിൽ 15 ലാറിയാണ് അവിടുത്തെ ഒരു ടിക്കറ്റിൻ്റെ റേറ്റ്. അതിൽ 5 ലാറിയും കൂടി എക്സ്ട്രാ കൊടുത്ത് 20 ലാറി എടുത്തു കഴിഞ്ഞാൽ ഒരു 3 ടൈപ്പ് വൈനും കൂടി ടേസ്റ്റ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ടോപ്പിൽ ചെല്ലുമ്പോൾ. മറിയാമ്മ പറഞ്ഞു, മുകളിൽ ചെല്ലുമ്പോൾ നല്ല ദാഹം ഉണ്ടാവും, അപ്പോൾ പിന്നെ വൈൻ കഴിക്കാമല്ലോ നമുക്ക്. അങ്ങനെ 20 ലാറി കൊടുത്തിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്ത് നേരെ മലമുകളിലേക്ക് കയറാൻ തുടങ്ങി. മലമുകളല്ല, പാറമുകളിലേക്ക് കയറാൻ തുടങ്ങി. ഒരു ഡോഗേഷ് ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. മറിയാമ്മ നോക്കുമ്പോൾ നിറയെ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. ഇത് വലിയ പ്രശ്നമൊന്നുമില്ല, സിമ്പിളായിട്ട് കയറി പോവാലോ എന്ന് പറഞ്ഞൊന്ന് മുകളിലേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതാണ് അവസ്ഥ. അവിടെ നിന്ന് മറിയാമ്മ തിരിഞ്ഞൊരു നടത്തം നടന്ന് ഞാൻ വേഗം പോയി കൈ പിടിച്ച് തിരിച്ചു വലിച്ചുകൊണ്ട് പോകും. കാരണം ഇനിയിപ്പോൾ ഇത് കയറാൻ വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും ഒന്നും കൂടി വരാൻ പറ്റില്ല. ഇപ്പോൾ ഇതങ്ങോട്ട് തീർത്തിട്ട് അങ്ങോട്ട് പോവാം, എന്തായാലും ഇവിടം വരെ വന്നതല്ലേ എന്ന് പറഞ്ഞു. ഈ ഒരു ഡോഗേഷ് മറിയാമ്മനെ കളിയാക്കുന്ന പോലെയാണ്. മറിയാമ്മയുടെ മുന്നിൽ ഓരോരോ സ്ഥലത്തും തലയിട്ട് നോക്കുന്നു, ഓടിക്കേറി പോകുന്നു, അങ്ങനെ കുറേ പരിപാടികളായിട്ട് പുള്ളിക്കാരി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറിയാമ്മയ്ക്കാണെങ്കിൽ പട്ടിയുടെ കാട്ടായം കണ്ടിട്ട് ദേഷ്യം വന്നിട്ടും പാടില്ല. ഇതിന് താഴത്ത് നിന്നാൽ പോലെ എന്തിനാണ് ഇത് മുകളിലേക്ക് കയറി പോകുന്നത്, തലയ്ക്ക് ഭ്രാന്താണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കുന്നുണ്ട്. ഞാൻ എങ്ങനെയൊക്കെയോ ഇവിളെയും വലിച്ചുകൊണ്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുകളിൽ ചെന്നേമ്പോൾ ഒരു അടിപൊളി സ്പോട്ട് ഉണ്ട് ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചുകൊണ്ട് പോകുന്നത്. ഈ പട്ടി വീണ്ടും വെറുതെ അപമാനിക്കാൻ വേണ്ടി അങ്ങടും ഇങ്ങടും നടക്കാണ് മറിയാമ്മയുടെ മുന്നിൽ കൂടെ. നമ്മളെക്കാളും മുൻപ് പോയ വല്യമ്മമാരുണ്ട് കുറച്ച് പേര്, വല്യപ്പന്മാർ, അവരൊക്കെ നല്ല പയറ് പോലെ ചാടി ഓടിക്കയറി പോവാണ്. നീ എന്തിങ്ങനെ നടക്കണേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പുച്ഛം വെച്ച് തന്നു. താഴേന്ന് നോക്കുമ്പോൾ ഇത് വളരെ ചെറിയൊരു സംഭവമായിട്ടാണ് തോന്നാറ്. കാരണം ഇതൊരു മല പോലെയോ അങ്ങനെയൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇതിങ്ങനെ പരന്ന് കിടക്കുകയാണ്. പക്ഷേ നമ്മളിങ്ങനെ കയറി വരുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ഉയരവും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. ഈ പാറക്കല്ലുകളൊക്കെ വളരെ നല്ല ഗ്രിപ്പുകളുള്ള പാറക്കല്ലാണ്. അതുകൊണ്ട് ചവിട്ടി കയറാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഇത് ഇങ്ങനെ കയറിയിട്ടും നമ്മൾ അതിൻ്റെ അറ്റത്തേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഇതിലത്തെ ഒരു പ്രശ്നം. ഇനി ഇത് എന്താണ് സംഭവം എന്ന് പറഞ്ഞുതരാം. ഉപ്ലിസ്തിക്കെ എന്ന് പറയുന്നത് ജോർജിയയുടെ പാറ നഗരം എന്നാണ് അറിയപ്പെടുന്നത്. ഏകദേശം ഗോരി നഗരത്തിൽ നിന്നൊക്കെ ഒരു 10 കിലോമീറ്റർ അകലെ. നമ്മൾ നേരത്തെ ഒരു നദിയുടെ കാര്യം പറയുന്നു, കൂര എന്ന് പറഞ്ഞിട്ടൊരു നദി, അതിൻ്റെ ഒരു വടക്കൻ തീരത്താണ് ഈ ഒരു സംഭവം സ്ഥിതി ചെയ്യുന്നത്. ആക്ച്വലി ഇതൊരു നാച്ചുറൽ പ്രകൃതിദത്തമായിട്ടുള്ള ഒരു കുന്നിൻ മുകളിലാണ് ഈ സംഭവമൊക്കെ റെഡിയാക്കി വെച്ചേക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു നഗരം പോലെ തന്നെയാണ്. ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ക്രിസ്തുവിന് മുമ്പ് 1-ാം സഹസ്രാബ്ദത്തിന്റെ ആരംഭകാലത്ത്, അതായത് ഇരുമ്പ് കാലം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ല, ആ ഒരു സമയത്താണ് ഇത് രൂപം കൊള്ളുന്നത്. ഇവിടെ ഈ ഉപ്ലിസ്തിക്കെ എന്നുള്ളൊരു പേര് ജോർജിയൻ ഭാഷയിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ദൈവത്തിന്റെ കോട്ട അല്ലെങ്കിൽ ലോർഡിന്റെ നഗരം എന്നൊക്കെയാണ്. പുരാതന കാലത്ത് ഇബേറിയ രാജവംശം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജവംശം ഉണ്ടായിരുന്നു. അവരുടെ മതപരമായിട്ടും രാഷ്ട്രീയം, വ്യാപാരം അതൊക്കെ നടന്നിരുന്നത് ഈ ഒരു സ്ഥലത്തായിരുന്നു. 4-ാം നൂറ്റാണ്ടിലാണ് ക്രിസ്തുമതം ഔദ്യോഗികമായിട്ട് ജോർജിയയിൽ അംഗീകരിക്കപ്പെടുന്നത്. അതിക്ക് മുമ്പ് അവിടെയുള്ള ജനങ്ങൾ സൂര്യൻ, ജലം, തീ, അതേപോലെ ഒരുപാട് ബഹുദൈവ ആരാധനയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. അപ്പോൾ ഈ ഒരു ക്രിസ്തുമതം ഔദ്യോഗികമായി അംഗീകരിച്ചതോടെ ഈ ഒരു ഉപ്ലിസ്തിക്കെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തിന്റെ പ്രാധാന്യം നഷ്ടപ്പെടുകയായിരുന്നു ആ ഒരു ടൈമിൽ. പിന്നീട് അങ്ങോട്ട് 8-ാം നൂറ്റാണ്ട് തുടങ്ങി 10-ാം നൂറ്റാണ്ടുകളിൽ അറബധിനിവേശം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ടൈമിൽ രാജകുടുംബങ്ങളൊക്കെ അഭയം തേടിയിരുന്നത് ഈ ഒരു സ്ഥലത്തായിരുന്നു. മറിയാമ്മ അവിടെ നിന്നിട്ട് കല്ലൊക്കെ തള്ളിയിടാൻ നോക്കുന്നുണ്ട്. എന്താണ് പരിപാടി എന്നൊരു ഐഡിയ ഇല്ല. അങ്ങനെ മറിയാമ്മ എൻ്റെ അടുത്തോട്ട് വന്നിട്ട് പറഞ്ഞു, താങ്കളുടെ ചരിത്ര ഗവേഷണം കഴിഞ്ഞെങ്കിൽ എവിടെയാണ് ഫോട്ടോ സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞത്, ഫോട്ടോസ് കുറച്ച് എടുത്തു തരൂ, എന്നാൽ പിന്നെ കുറച്ചു നേരം പണിയെടുപ്പിക്കാന്ന് വിചാരിച്ചു. ഫോട്ടോൻ്റെയും വീഡിയോൻ്റെയും പേരിൽ എന്ത് പറഞ്ഞാലും മറിയാമ്മ അത് കേട്ടോളും. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പിക്കലാണ് നമ്മുടെ പരിപാടി.
കുറച്ച് നേരത്തെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞപ്പോഴേക്കും ആളാകെ ആവശ്യതയായി. ഞാൻ നല്ലോണം ഇട്ട് ഓടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ ഞാൻ താങ്ങി പിടിച്ച് മുകളിലേക്ക് കൊണ്ടുപോവാണ്. മുകളിൽ ഇനി ഒരു പള്ളിയും കൂടി ഉണ്ട്. അതും കൂടി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് ഇറങ്ങാം. നല്ല മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് ട്ടോ ഇവിടുന്ന്. അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെവിയിലോട്ടൊക്കെ അടിച്ച് കയറിയിട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ ഡിസംബറിലൊക്കെ ഇനി ഇവിടെ എങ്ങനെയാണെന്നുള്ളത് ഐഡിയ ഇല്ല. ഫുള്ള് മഞ്ഞായിരിക്കും എന്ന് വിചാരിക്കുന്നു. നമ്മൾ നേരെ ആ ഒരു ചർച്ചിൻ്റെ അകത്തോട്ട് കയറി ഒരു ചെറിയൊരു ഷോപ്പ് കയറി ചെല്ലുമ്പോൾ തന്നെ അവിടുന്ന് നമുക്ക് അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ്. പക്ഷേ നമുക്ക് അവിടെ പോയതിൻ്റെ ഓർമ്മയ്ക്ക് എന്തെങ്കിലും വാങ്ങിച്ചു വയ്ക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കാം. ചെറിയ എന്തെങ്കിലും സാധനങ്ങൾ, ചെറിയ ചെറിയ ക്രോസുകൾ, കൈമിടുന്ന ബാൻഡുകൾ, അങ്ങനെയൊക്കെയുള്ള ക്രോസിൻ്റെ ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ നല്ല ലൈറ്റിങ്ങിലൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉപ്ലിസ്റ്റിക്കെ എന്ന് പറഞ്ഞത് ഒരു മതപരമായിട്ടും വാണിജ്യപരമായിട്ടും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്ഥലമായിരുന്നു ആദ്യം. അതിനുശേഷം 4-ാം നൂറ്റാണ്ടിൽ ക്രിസ്തുമതം വരുന്നു. അങ്ങനെയാണ് അവിടുത്തെ ബഹുദൈവാരാധന എന്നൊക്കെ മാറിയിട്ട് അവർ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് മാറിയത്. ആ ഒരു സമയത്ത് സ്ഥാപിച്ച ഒരു ചർച്ചാണ് ഈ കാണുന്നത്. അതിൻ്റെയൊക്കെ പഴമയൊക്കെ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ വാതിലൊക്കെ അടയുന്ന സൗണ്ട് തന്നെ കാറ്റടിച്ചിട്ട് തന്നെ ഒരു ഡിഫറൻ്റ് ആയിരുന്നു. നമ്മൾ നൺ മൂവിയിലൊക്കെ കാണുന്ന മാതിരത്തെ കുറേ സ്ഥലങ്ങൾ ഇവിടെ കാണാൻ കിട്ടുന്നുണ്ട്. 10-ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു ദേവാലയം പണി കഴിപ്പിച്ചിരിക്കുന്നത്. 10-ാം നൂറ്റാണ്ടെന്നൊക്കെ പറയുമ്പോൾ ക്രിസ്തുമതം അവിടെ വന്നത് വ്യാപകമായി പ്രചരിച്ചതിന് ശേഷമുള്ളൊരു കാലഘട്ടമാണ് 10-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത്. ചർച്ച് ഓഫ് വെർജിൻ എന്നാണ് ഈ ഒരു പള്ളിയുടെ പേര്. ഇതിൻ്റെ ഒരു പ്രതീകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ ആളുകൾ പൗരാണിക മതത്തിൽ നിന്ന് ക്രിസ്തു മതത്തിലേക്ക് മാറിയതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഈ ഒരു ദേവാലയം അവിടെ സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നടന്നു. മറിയാമ്മയ്ക്ക് ഭയങ്കര പേടിയും ഭയങ്കര കരുതലുമാണ്. അങ്ങോട്ടൊന്നും പോകരുത്, താഴെ വീഴുന്നത്. എനിക്കാണെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ അറ്റത്ത് പോയി നിന്ന് കണ്ടില്ലെങ്കിൽ ഒരു സമാധാനമില്ല. അതുകൊണ്ട് ഞാൻ എല്ലായിടത്തും ഒന്ന് ഓടി നടന്ന് കണ്ടു. മറിയാമ്മേനെ അവിടെ ഒരു കല്ലിൻ്റെ മുകളിൽ ഇരുത്തിയിട്ട് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങി. ഇത് കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിലേക്കൊക്കെ ഇങ്ങനെ പോയി നല്ല ഭംഗിയായിട്ട്, നല്ല കാറ്റും നല്ല തണുപ്പൊക്കെ ആയിട്ട് ഭയങ്കര ഗംഭീര സ്ഥലങ്ങൾ. എനിക്ക് അങ്ങോട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ. ആ തണുപ്പത്ത് കാറ്റൊക്കെ അടിച്ച് ഇങ്ങനെ മനസ്സൊക്കെ കുളിർത്ത് നല്ല സന്തോഷമായിട്ട് നിൽക്കുമ്പോൾ ബാക്കിൽ നിന്ന് വിളിച്ച് മതി മതി ഇങ്ങോട്ട് പോരേന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇനി വൈൻ അടിക്കാൻ പോകാമെന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ ഈ ഏരിയയിലൊന്നും ആരും ഇല്ല കേട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലം. എന്തായാലും എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലപോലെ ഇഷ്ടപ്പെട്ടു. പാറകളും സംഭവങ്ങളൊക്കെ കയറി നമ്മൾ ഏറ്റവും ടോപ്പിലെത്തി. അതിൻ്റെ സന്തോഷത്തിലാണ് മറിയാമ്മ. ഇനിയിപ്പോൾ നമുക്ക് താഴോട്ട് ഇറങ്ങുകയാണ് വേണ്ടത്. ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പോവാം. താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു ബോർഡ് കണ്ടത്. വൈൻ നമ്മുടെ ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. ഒരു 3 ടൈപ്സ് ഓഫ് വൈൻ ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അതിലുണ്ട്. അപ്പോൾ നേരെ നമ്മൾ അങ്ങോട്ട് നടക്കുവാണ്. അകത്തേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടെ തന്നെ വൈനൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ വൈൻ ഉണ്ടാക്കുന്നുണ്ട്. 6 മന്ത് ഇതിൻ്റെ ഉള്ളിൽ സംഭവങ്ങൾ മുന്തിരിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അതുപോലെ പുറത്തുനിന്നുള്ള വൈനുകളും അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം അവരോട് വൈൻ്റെ കാര്യങ്ങളും വൈൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ പറ്റി ഇങ്ങനെ സംസാരിച്ചിരുന്നു. അവർ മെയിനായിട്ടും മുന്തിരിയാണ് വൈൻ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. വേറെ എല്ലാത്തിനേക്കാളും കൂടുതൽ ആൽക്കഹോൾ കണ്ടന്റ് അല്ലെങ്കിൽ ലഹരി കൂടുതൽ മുന്തിരി വൈനാണെന്നാണ് അവർ പറയുന്നത്. ഞാൻ നോക്കുമ്പോൾ അറിയാമ ഈ ബാറിലൊക്കെ ചില വല്യപ്പന്മാർ വന്നിട്ട് കാണിക്കണതാണ് നിപ്പനടിക്കാന്ന് പറയും. അതായത് ഒരു സാധനം ഒഴിക്കുക, ഒരൊറ്റ വലിയ ടച്ചിങ്സ് എടുത്തടിക്കുക, അങ്ങനത്തെ ലെവലിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്നിട്ട്. 3 വൈനും ടേസ്റ്റ് ചെയ്ത് നോക്കി. അതിൽ മറിയാമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട് എന്ന് തോന്നിയ ഒരു സംഭവം നമ്മളങ്ങ് വാങ്ങിച്ചു. എത്രയൊക്കെ ഇഷ്ടപ്പെട്ടാലും ഇത് വീട്ടിൽ വന്നാൽ ഞാൻ തന്നെ കഴിച്ച് തീർക്കേണ്ടി വരും. ആൾക്ക് ഒരു ആവേശത്തിന് വാങ്ങിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് നേരെ പുറത്തോട്ട് ഇറങ്ങി. പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അവിടെ തൊട്ടടുത്ത് തന്നെ വൈൻ ഐസ്ക്രീമിൻ്റെ ഒരു സംഭവം ഉണ്ട്. അങ്ങനെ പിന്നെ കുറച്ചു നേരം നടന്ന ക്ഷീണമൊക്കെ മാറ്റാനായിട്ട് കുറച്ച് വൈൻ ഐസ്ക്രീം കഴിക്കാന്ന് പറഞ്ഞ് മറിയാമ്മയ്ക്ക് ഒരു വൈൻ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. മറിയാമ്മ വെയിലത്തിരുന്ന് വൈൻ ഐസ്ക്രീം നുണഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ നേരം കൊണ്ടൊന്ന് അപ്പുറത്തേക്കൊക്കെ ഒന്ന് നടന്നു. കുറേ വൈൻ കുപ്പികൾ സംഭവങ്ങളൊക്കെ നിരത്തി വെച്ചേക്കുന്നു. അതേപോലെ തന്നെ കുറേ മുന്തിരികൾ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഈ ഒരു സംഭവം എവിടെ ചെന്നാലും ഇങ്ങനത്തെ കുറ്റി മുന്തിരികളാണ് ഞാൻ കാണാറ് കേട്ടോ. അതല്ലാണ്ട് മുന്തിരി ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന പോലത്തെ ഒരു സംഭവം ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല. എല്ലായിടത്തും ഇതേപോലത്തെ ഹൈബ്രിഡ് സാധനങ്ങളാണെന്ന് തോന്നുന്നു. ഒരു സ്ഥലത്തിരുത്തി കഴിഞ്ഞിട്ട് തിന്നാൻ എന്തെങ്കിലും കൊടുത്തോണ്ടിരുന്ന രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ അവിടെ ഇരുന്നോളും. അതാണ് മറിയാമ്മ. ഞാൻ നേരെ ചെന്നിട്ട് പറഞ്ഞു നമുക്ക് പോകണ്ടേന്ന് വെച്ചിട്ട് ആളെയും പിടിച്ച് വലിച്ചിറക്കി താഴത്തോട്ട് പോവാണ്. ഈ പാറയിലേക്ക് കയറുമ്പോൾ, നേരത്തെ കാണിച്ച പാറകളിലൊക്കെ കയറുമ്പോൾ നമ്മൾ വിചാരിക്കും തെറ്റി വീഴൂലേ, അവിടെ പിടിക്കാനൊന്നും ഇല്ലല്ലോ, അത് കാണുമ്പോൾ ഭയങ്കര സ്ലിപ്പ് ചെയ്യുന്ന ടൈപ്പാണെന്ന് വിചാരിക്കും. പക്ഷേ അതിൻ്റെ പ്രതലമൊക്കെ ഭയങ്കര ഗ്രിപ്പുള്ളതാണ്. നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ മണൽത്തരികൾ പോലെ ഇങ്ങനെ ഇരിക്കുവാണ്. അതുകൊണ്ട് നമുക്ക് അതുമ്പോൾ ചവിട്ടി കയറി പോകാനും സുഖമാണ് കേട്ടോ. പതുക്കെ നമ്മൾ താഴത്തോട്ട് എത്തി. മറിയാമ്മയൊക്കെ ആകെ ടയർഡായി എവിടെയെങ്കിലും ഇരുന്നാൽ മതി എന്നാണ്. അങ്ങനെ നടക്കുമ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടു. നമുക്കാണെങ്കിൽ കൗതുകം ഭയങ്കര കൂടുതലാണ്. ഒന്നും നോക്കിയില്ല, നേരെ സ്റ്റെപ്പുകൾ കുറേ ഉണ്ട്. മുകളിൽ എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ. നേരെ അതങ്ങ് ഓടിക്കേറി. മുകളിലെത്തി കഴിഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ ചെന്ന സ്ഥലം തന്നെ, സെയിം സ്ഥലത്ത് നിന്ന് എത്തി. നേരെ ചാടി ഇറങ്ങി അതിൽ നിന്ന് ഓടി. എനിക്കിത് എന്തിൻ്റെ കേടാണെന്ന് എനിക്ക് തന്നെ ആലോചിച്ചിട്ട് മനസ്സിലാവുള്ളൂ. ഇത് ഒരുപാട് സ്റ്റെപ്പുകളുണ്ട് കേട്ടോ. താഴത്തെ എത്തിയിട്ട് മറിയാമ്മേനോട് പറഞ്ഞു അവിടെ ഭയങ്കര ഗംഭീര വ്യൂ ആണ്, നീ കയറാൻ നിൽക്കേണ്ട, കാലുവേനയൊക്കെ എടുക്കുന്നൊക്കെ പറഞ്ഞ് എൻ്റെ ആ ഒരു മനസമാധാനം ഞാൻ അങ്ങനെ കണ്ടെത്തി. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു നല്ലൊരു നദി ഉണ്ട് കേട്ടോ. ഈ ഒരു
നദിയുടെ അപ്പുറത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റും ഉണ്ട്. അവിടേക്ക് ഇരുന്ന് 2 ബീറൊക്കെ അടിച്ച് ഫുഡൊക്കെ കഴിച്ചിരിക്കുകയെന്ന് പറഞ്ഞാൽ ഗംഭീര സംഭവമായിരിക്കുള്ളൂ. നമ്മൾ നേരെ അതിൻ്റെ അടുത്തേക്ക് കിടക്കുമ്പോൾ ഒരു പട്ടിച്ചേട്ടൻ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇവിടെ എല്ലാ മുക്കിലും മൂലയിലും നിങ്ങൾക്ക് ഓരോ പട്ടികളെ കാണാൻ സാധിക്കും. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത്. ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു സ്ഥലം കേട്ടോ. ഇത് ഈ വീഡിയോ കാണുന്ന പോലെയല്ല. ഇവിടുത്തെ ഒരു തണുപ്പും ആ പുഴ ഒഴുകുന്നതിൻ്റെ സൗണ്ടും എല്ലാം ആ ക്ലൈമറ്റൊക്കെ കൂടിയിട്ടൊരു വല്ലാത്തൊരു ആകാശവും എല്ലാം കൂടിയിട്ടൊരു വല്ലാത്തൊരു ഫീലായിരുന്നു അവിടെ നിൽക്കുമ്പോൾ. അപ്പോൾ തന്നെ മറിയാമ്മ ക്യാമറയൊക്കെ ഓണാക്കി ഇവിടെ കമോൺ എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടൊരു റീൽസ്, എവിടെ ചെന്നാലും ഒരു റീൽസിനുള്ള സംഭവം തട്ടിക്കൂട്ടിയില്ലെങ്കിൽ മറിയാമ്മയ്ക്ക് ഒരു സ്വസ്ഥതയില്ല. നല്ല അടിപൊളി ലൈറ്റിങ്ങും സംഭവങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമുണ്ട്. ഇത് ഇൻസ്റ്റാഗ്രാം ക്യാമറയാണെന്നൊക്കെ പറഞ്ഞു. ഇത് ഓണാക്കുമ്പോൾ തന്നെ ഫിൽറ്ററൊക്കെ അപ്പം തന്നെ കയറി വരുന്നുണ്ട്. എന്തൊക്കെ സംഭവങ്ങളാണ് ഇവരുടെ ക്യാമറയിൽ. അങ്ങനെ 5-ാം ദിവസത്തോടുകൂടി നമ്മുടെ ഐറ്റ്നറിയിലുള്ള എല്ലാ ഏരിയകളും നമ്മൾ ഏകദേശം കവർ ചെയ്ത് കഴിഞ്ഞു. 1-2 സ്ഥലങ്ങൾ വിട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ വരെ നമ്മളങ്ങനെ ഓടിപ്പടഞ്ഞ് എല്ലാവരും കണ്ട് തീർത്തിട്ട് പോരണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരല്ല. എന്തെങ്കിലും ഇനിയും അവിടെ ബാക്കി വെക്കണം, നമുക്ക് ഇനിയും പോകാൻ എന്തെങ്കിലും കാരണങ്ങൾ വേണമല്ലോ. ഇപ്പോഴാണ് നമ്മൾ പശുക്കളെയൊക്കെ കാണുന്നത് കേട്ടോ ഇവിടെ. അന്ന് നമ്മൾ ഇത്തിരി നേരത്തെ ഹോട്ടലിലെത്തി പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ച് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ട് 1 മണിക്കാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു 10 മണിക്കെങ്കിലും പോകണം. രാവിലെ തന്നെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് നേരെ ബാഗൊക്കെ എടുത്ത് ഒറ്റപ്പോക്ക് എയർപോർട്ടിലേക്ക്. അങ്ങനെ ലൂക്കേനോട് ബൈയൊക്കെ പറഞ്ഞ് അടുത്ത പ്രാവശ്യം കഴിഞ്ഞ് നമ്മൾ എന്തായാലും വരുമ്പോൾ കാണും, നമ്മൾ ഒരിക്കൽ കൂടി ഇവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഫ്ലൈറ്റിൽ കയറി. ജോർജിയയെ പറ്റി ആലോചിക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് വൈനുകളാണ്. വൈൻ ബാരലുകൾ, വൈനുകൾ, മുന്തിരി, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളാണ് നമ്മൾ എല്ലായിടത്തും കാണുന്നത്. അതുപോലെ തന്നെ കൾച്ചറുമായിട്ട് ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആ പഴമയും കാര്യങ്ങളൊക്കെ നിലനിർത്തിയിട്ട് സോവിയറ്റ് യൂണിയൻ്റെ കാലം, റഷ്യയുടെ കാലം, അങ്ങനെ ഒരുപാട് സ്റ്റോറികൾ കേൾക്കുന്ന അല്ലെങ്കിൽ കാണാൻ കിട്ടുന്ന ഒരു ഗംഭീര സ്ഥലമായിട്ട് എനിക്ക് തോന്നി. ഇനിയും കുറേ സ്ഥലങ്ങൾ നമ്മളവിടെ ബാക്കി വെച്ചിട്ടുണ്ട്. കുട്ടൈസി, ബത്തുമി, അങ്ങനെയൊക്കെ ആയിട്ട്. എന്തായാലും തണുപ്പ് കാലത്ത്, മഞ്ഞ് വീഴുന്ന കാലത്ത് ഒരിക്കൽ കൂടി നമ്മൾ അവിടേക്ക് പോകണം എന്നുള്ളൊരു പ്ലാനൊക്കെ ഉണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ജോർജിയൻ ട്രിപ്പിൻ്റെ ഫൈനൽ വീഡിയോ ആണിത്. ഇതോടുകൂടിയിട്ട് നമ്മുടെ ജോർജിയൻ ട്രിപ്പിൻ്റെ എല്ലാ വീഡിയോസും നമ്മൾ പോസ്റ്റ് ചെയ്ത് തീർത്തു. അപ്പോൾ നിങ്ങൾ ആദ്യം തുടങ്ങി എനിക്ക് തരുന്ന ഒരു സപ്പോർട്ടിന്, ഇതിന് മാത്രമല്ല എല്ലാ വീഡിയോസിനും നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നന്ദിയുണ്ട്. വലിയൊരു താങ്ക്സ്.